പാസ്റ്റർ ചേർന്നിട്ടുണ്ട്. തോമസ് ജോർജ് അദ്ദേഹം ഈ ചർച്ചയിലേക്ക് ചേരുന്നു. സ്വാഗതം പാസ്റ്റർ തോമസ് ജോർജ്. എന്താണ് താങ്കൾക്ക് സംഭവിച്ചത് എന്ന് ഒന്ന് ജനങ്ങൾക്ക് അറിയേണ്ട ആഗ്രഹമുണ്ട്. ഒന്ന്, താങ്കൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നത് പോലും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം താങ്കൾക്കത് സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചോദിക്കുന്നില്ല. താങ്കൾക്ക് രാജസ്ഥാനിൽ കഴിയാൻ പറ്റുന്നില്ല. താങ്കൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആക്രമണം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പള്ളി പോലും ഇടിച്ചു നിരത്താൻ വേണ്ടി JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി അവിടെ ആളുകൾ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾക്ക് കേസാണ്. ജൂലൈ മാസം 16-ാം തീയതിയോ 17-ാം തീയതിയോ മുതൽ താങ്കൾ ആ കേസിൽ പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യം രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു. ഇപ്പോൾ അവർ പുറത്തിറങ്ങി. താങ്കളുടെ അവസ്ഥ എന്താണ്? ഞാൻ 22 വർഷമായിട്ട് രാജസ്ഥാനിൽ ജയ്പൂരിനടുത്ത് ദൗസ എന്ന് പറയുന്നൊരു സ്ഥലത്ത്, ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 22 വർഷമായിട്ടും സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരും, ഞങ്ങളുടെ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് വരും. പക്ഷെങ്കിൽ ആദ്യമായിട്ട് 22 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞ മാസം ജൂൺ മാസം 29-ാം തീയതി ഒരു പറ്റം ആൾക്കാർ വന്ന് ചർച്ചിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് വന്ന് ബലാത്കാരമായിട്ട് ചെരുപ്പൊക്കെ ഇട്ട് കയറി ഭയങ്കരമായിട്ട് ബഹളം വെക്കുവാനിടയായിത്തീർന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും, ചർച്ചിലുള്ള കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കാനിടയായിത്തീർന്നു. പോലീസ് സമയത്ത് വന്ന് അവരെ പുറത്താക്കി. വളരെ മോശമായ രീതിയിൽ ജയ് ശ്രീരാം വിളിച്ച് ആക്രോശിച്ചുകൊണ്ട് ബന്ദ് കരോ ബന്ദ് കരോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ അവരെ ബഹളം വെക്കാനിടയായിത്തീർന്നു. അതിനുശേഷം ആ ദിവസം കടന്നുപോയി. അതങ്ങനെ തീർന്നു എന്ന് വിചാരിച്ചു. എൻ്റെ പേരിൽ പല അലിഗേഷനും അവർ പറഞ്ഞു. പക്ഷെങ്കിൽ 6-ാം തീയതി, ജൂലൈ 6-ാം തീയതി ഏകദേശം 500ഓളം പ്രവർത്തകര്, ബജരംഗദളിന്റെയും RSSന്റെയും ശ്രീ ഹനുമാൻ സേനയുടെ എന്ന് വേണ്ട പല ഗ്രൂപ്പിന്റെ ഒരുമിച്ച് ചേർന്ന് വന്ന് JCB ഒക്കെ ആയിട്ട് വന്ന് ഇടിക്കാൻ വേണ്ടി വന്നു. പക്ഷെ ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഏകദേശം 100ഓളം പോലീസുകാർ ആ സമയത്ത് ചർച്ചിൽ പ്രൊട്ടക്ഷൻ തന്നു. അത് ആ രീതിയിൽ ആ കാര്യങ്ങളും കഴിഞ്ഞു പോയി. പിന്നെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷനായിട്ട് 2 ആഴ്ചയിൽ പ്രാർത്ഥന നടത്തുവാൻ ഇടയായി തീർന്നു. സമയം മാറ്റി രാവിലെ 7 മണിക്ക് പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ വന്നു. അതെല്ലാം കഴിഞ്ഞ് തീർന്നു, സമാധാനമായെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് 15-ാം തീയതി എൻ്റെ പേരിൽ FIR ഇട്ടത്. FIR ഇട്ടെന്ന് പറഞ്ഞാൽ അത് 196 1A 196 1B 299 3532 ഈ 4 വകുപ്പുകളനുസരിച്ച് എൻ്റെ പേരിൽ FIR അവർ ഇട്ടു. എനിക്ക് അവിടെ നിൽക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ട്. അതിനകത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ നോൺ വെയിലബിൾ ആണ്, ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ചാണ് ഇട്ടത്. 29-ാം തീയതിത്തേക്ക് ആദ്യത്തെ ഹിയറിംഗ് വെച്ചു. അന്ന് ഒന്നും നടന്നില്ല. അത് 1-ാം തീയതിത്തേക്ക്, ഇന്നലത്തേക്ക് അത് മാറ്റിവെച്ചു. ഇന്നലെ മാറ്റിവെച്ച ശേഷം പിന്നീട് ഇനി 4-ാം തീയതിക്ക് വെച്ചിരിക്കുകയാണ്. വളരെ ഭീതിജനകമായ അന്തരീക്ഷമാണ്. ഇത്രയും ആൾക്കാർ ഇതുപോലെ ബഹളം വെച്ച് വന്ന ഒരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. അതേ രീതിയിൽ ബഹളം വെച്ച് പരിപാടിയായി തീർന്നു. ഞാൻ അവിടെ പ്രാർത്ഥന നടത്തുന്ന പറഞ്ഞാൽ, ഞാൻ എൻ്റെ സ്വന്തം സ്ഥലമാണ്, ഞാൻ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞാനൊരു രജിസ്റ്റേർഡ് ചർച്ചാണ്, രജിസ്റ്റേർഡ് ബോഡിയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു AG എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അവരെ ധരിപ്പിച്ചു. പക്ഷെ ഇന്നലെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് 23-ാം തീയതി ഇവരൊരു കംപ്ലൈന്റ് എൻ്റെ പേരിൽ കൊടുത്തിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞാണ് 29-ാം തീയതി ഒരു പ്രശ്നം കൊണ്ടുവന്നു. എന്താണ് താങ്കൾക്കെതിരെയുള്ള കംപ്ലൈന്റ്? കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കംപ്ലൈന്റ് എന്ന് പറയുന്നത് മനുഷ്യക്കടത്തും പോലീസ് ഓഫീസർമാർ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇവരുടെ പേരിൽ ഒരു അലിഗേഷനും ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് നിർബന്ധമായിട്ട് എൻ്റെ പേരിൽ FIR ഇട്ടത്. ഇതുവരെ ഒരു കേസ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്ന എൻ്റെ കണ്ടീഷൻ. പാസ്റ്റർ തോമസ് ജോർജ്, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. എന്താണ് താങ്കൾക്കെതിരെയുള്ള പരാതികളായി ഇവർ പറയുന്നത്? താങ്കൾ എന്ത് ചെയ്തു എന്നാണ്? ഞാൻ പണം കൊടുത്ത ആൾക്കാരെ ക്രിസ്ത്യാനിയാക്കി ഒത്തിരി 10,000-കണക്കിന് രൂപ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുന്നു. പിന്നെ പാവപ്പെട്ടവരെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഞാനിതൊന്നും ചെയ്യുന്നില്ല. ഒരു പൈസ പോലും കൊടുക്കുന്നില്ല, ഒന്നുമില്ല. പിന്നെ നിർബന്ധ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായ അലിഗേഷനൊക്കെയാണ് എൻ്റെ പേരിൽ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രയാസമുള്ളത്, ഞങ്ങളുടെ ആൾക്കാർ വളരെ പവിത്രമായിട്ട്
കരുതുന്നത് ഞങ്ങളുടെ ആരാധനാലയത്തിൽ ചെരിപ്പിട്ടുകൊണ്ട് ഇവരെല്ലാം കൂടെ വന്ന് ഇടിച്ചു കയറുകയായി തീർന്നു. ഒരമ്പലത്തിലും ഒരു ദർഗയിലും ഇങ്ങനെയൊന്നും ആരും പോകത്തില്ല. ക്രിസ്ത്യന്റെ പള്ളി ആയതുകൊണ്ട് എന്തും ആകാവുന്ന ഒരു ധാർഷ്ട്യം അവർ കാണിക്കാനിടയായി തീർന്നു. എനിവേ അതെല്ലാം CCTVയുടെ ദൃശ്യത്തിലുണ്ട്. ഞാൻ ചാനലുകളിലൊക്കെ കൊടുക്കാനിടയായി തീർന്നു. എന്റെ പേരിലെ ആരോപണം ഏതാണ്, ഞാൻ ആൾക്കാരെ തരം പരിവർത്തനം ചെയ്യുന്നു എന്നാണ്. ഞാൻ ഒരിടത്തും ഒരു വീട്ടിലും പോകത്തില്ല, ഒരു സ്ഥലത്തും പോകത്തില്ല. എന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നു. അവിടെ ആൾക്കാർക്ക് ചില അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവർക്ക് അസുഖമൊക്കെ മാറുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ പിന്നെ ആൾക്കാർ കൂടി വരും. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഒരു കാര്യം പറയേണ്ടത്, താങ്കൾക്ക് ഈ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താങ്കളെ സഹായിക്കാൻ ഈ കാര്യത്തിൽ മറ്റ് പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. താങ്കൾ ഒളിവിൽ പോകേണ്ട സാഹചര്യം എന്താണ്? താങ്കൾക്ക് സഹായങ്ങളൊന്നും കിട്ടിയില്ലേ പല ഭാഗത്തു നിന്നും? ഇവര് എപ്പോഴും പറയുന്ന, എന്റെ പേരിൽ FIR ഇട്ടതിൽ പറയുന്നത് ഇവർ കേരളത്തിൽ നിന്ന് വന്നു. ഞാൻ എപ്പോഴും എന്നോട് അന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേരളം ഇന്ത്യയിൽപ്പെട്ടതല്ലേ, ഇതെന്തൊരു രീതിയിലാണ് ഇവർ പറയുന്നത്? മാർവാടികളോ രാജസ്ഥാനികളോ ഞാൻ ചോദിച്ചു, കേരളത്തിൽ വന്നവർ ജോലി ചെയ്യുന്നില്ലേ, അവർ ബിസിനസ് ചെയ്യുന്നില്ലേ? ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ പിന്നെയും പറയുന്നത്. അത് എത്ര മോശമായ രീതിയാണ്. ഇന്ത്യ ഒന്നാണെന്ന് ചിന്തിച്ച് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മളെ വേറെ രീതിയിലാണ് കാണുന്നത്. അല്ല, അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ താങ്കൾ തേടിയിരുന്നോ? നിയമസഹായമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം താങ്കളെ സഹായിക്കണമെന്ന് പറഞ്ഞ് താങ്കൾ ആരെങ്കിലും സമീപിച്ചോ? ഇല്ല, ഞങ്ങളുടെ സംഘടന ഞങ്ങൾക്ക് വേണ്ടി കേസ് നടത്താൻ വേണ്ടി വക്കീലിനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതെനിക്കറിയത്തില്ല, അത് ഞങ്ങളുടെ സംഘടന. ഞങ്ങൾ ഒരിക്കലും വഴക്കുണ്ടാക്കാനോ ഇതിനെതിരെ ബഹളം വെക്കാനോ ഒന്നും ഞങ്ങൾ പോകത്തില്ല. ഞങ്ങളുടെ യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം 70 വട്ടം ക്ഷമിക്കാനാണ്. ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു കായികമായ രീതിയിലും അതിനെതിരായിട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ ചെയ്യത്തുമില്ല. പക്ഷേ ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നതായതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുസരിച്ചുള്ള ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി നിയമപരമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ വരാം ശ്രീ തോമസ് ജോർജ്.